ഹലോ ഗായ്സ് ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ദുബായ് ജാസി, ഇപ്പോൾ ഖത്തർ ജാസിയാണ്. ഇത്രയും കാലം ദുബായ് ജാസി ആയിരുന്നു. ഇപ്പോൾ ദുബായിൽ നിന്ന് മാറി ഖത്തറിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഖത്തറിൽ നിന്ന് വന്നു, ഒരു വണ്ടി കയറ്റി തന്നെ ഇറങ്ങിയത്. ഇപ്പം അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ കാരണം ലുക്ക് അടിപൊളിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ സ്റ്റോറിയും പോസ്റ്റ്, ഇപ്പോൾ സൽമാൻ്റെ ഒരു പോസ്റ്റ് വരാണ്ട്, പെരുന്നാൾ പോസ്റ്റ്. ഫോട്ടോ സീൻ ഫോട്ടോ ആണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് പകലാക്കി. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പം പോകുന്ന സമയം തന്നെ രാത്രി ആയി. നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരെ കാത്തുനിന്ന് ഇവന്റെ പോസ്റ്റ് കഴിഞ്ഞ് വണ്ടി കേടുന്ന്. ഇക്കാന്റെ ലുക്കുള്ള വണ്ടി ഉണ്ട്, പക്ഷെ കംഫേർട്ട് തീരില്ല. ഏത് വണ്ടിയില് നിങ്ങളിന്റെ വണ്ടി കയറിട്ടോ സ്റ്റോറി ഡിലീറ്റ് ആക്കിക്ക. എന്റെ കാറിലെ സ്റ്റോറി ഡിലീറ്റ് ആക്കിക്ക. എന്തൊക്കെ പറഞ്ഞാലും വണ്ടി അടിപൊളിയാണ്. പോൾ വാക്കർ കഴിഞ്ഞിട്ട് പിന്നെ ഒരു അടിപൊളി വണ്ടിയുള്ള ആരെടുത്താ വെച്ചാൽ അത് ജസീമിന്റെ അടുത്താ. പോൾ വാക്കറും വണ്ടി തമ്മിൽ ബന്ധമുണ്ടേ. ഏതപ്പോ എടാ പോൾ വാക്കറിന്റെ വണ്ടിയാ ഞാൻ പറഞ്ഞേ. ആര്? ഞാനോ? അതാണ് പോൾ വാക്കർ. ആരാ പറടാ? ഫാഷൻ ഫ്യൂരിയസോ? ഫാഷൻ ഫ്യൂരിയസ് അല്ലോ. അതേതാ? ഫാഷൻ ഫ്യൂരിയസ് എന്ന് പറഞ്ഞു. അത് വിട്. ഓന്താ പറഞ്ഞേ ഫാഷൻ ഫ്യൂരിയസ് എന്ന് പറഞ്ഞു. ഞാൻ കേട്ടേ. നോക്കാം ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് പറഞ്ഞു. അല്ല, നമ്മള് റോങ് ആട്ടോ. ഓക്കെ, അപ്പൊ നമ്മളെയും കാത്തിട്ട് 3:30 മണിക്ക് നിഹാൽ ഇവിടെ എത്തിയിട്ടുണ്ട്. നിഹാലാണ് ലേറ്റ് ആവരാച്ചിട്ട് നിഹാലിനോട് ഞാൻ പറഞ്ഞു, ഇജ്ജ് വേഗം ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇജ്ജ് ഉറങ്ങൊന്നും വേണ്ട, ഇജ്ജ് വേഗം കയറിക്കോ, ഞങ്ങൾ എന്നെ കോഴിക്കോട് വന്ന് എടുക്കാറിന്. പക്ഷെ ഇപ്പം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെങ്ങായി എത്താൻ ഒരു 1-2 മണിക്കൂർ ലേറ്റായി. പിന്നെ സൽമാൻ കുറച്ച് ലേറ്റ് ആവും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നോടൊന്ന് പറഞ്ഞു തേങ്ങ. എന്നിട്ട് അതിന്റെ ഇടയിൽ ഇപ്പം കുറച്ചുകൂടെ എത്തിയതിന്റെ ശേഷം ഉണ്ട് പിന്നെ വണ്ടിന്റെ AC വർക്ക് ചെയ്യില്ല. AC വർക്ക് ചെയ്യാതെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ, കാരണം ചൂടല്ലേ. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ പുതിയൊരു വണ്ടി ഇറക്കി, ഓട്ടോമാറ്റിക് അതെ, പുതിയത് വാങ്ങി. ഹോൾഡ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം എന്തായാലും നമ്മൾ പോയോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആദ്യം നിയാലിനൊന്ന് പോയി എടുക്കണം. അടുത്ത പകുതി സമാധാനം, കാരണം വിളിച്ചിങ്ങനെ ചൂടാവാണ്. എവിടെത്തി ഇപ്പൊ സമയം എത്രയായി? സമയം നോക്കൂ ഗൈസ്, 7 മണി. ഓന് പൊന്നാനിന്ന് കോഴിക്കോട് എത്തിയത് എപ്പോഴാണ് അറിയോ? 3:30 എത്തിയിട്ട് നമ്മൾ 7 മണിയായി. ഇനി ഒരു 8 മണിക്ക് കയറാൻ പിക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വയനാട് എത്തും വേണം. വയനാട് നമ്മൾ എത്തണമെങ്കിൽ എന്തായാലും ഇപ്പോൾ ഒരു 10 മണി 11 മണി. അപ്പം ഒന്നും ഉറക്കില്ല കേട്ടോ. ആരും ഉറങ്ങൂല. കാരണം എന്താ വെച്ചാൽ റിസോർട്ട് എടുത്ത് തന്നെ ഒരു കാര്യം വേണം. ഒരു കിടിൽ റിസോർട്ടിലേക്കാണ് നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. കിടിലം റിസോർട്ട്. എല്ലാവർക്കും എന്തായാലും പോയിട്ട് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതാ നിയാലിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഹൈലൈറ്റ് മാളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിയാലിന് നമ്മളൊരു 3 മണിക്കൂർ പോസ്റ്റ് കൊടുത്താണ്. നിയാലിവിടെ എത്തിയിട്ട് ഒരു 3 മണിക്കൂറായി. അപ്പം അതേപോലെ തിരിച്ചും പോസ്റ്റ് തരികയാണ്. എന്താണെന്ന് മനസ്സിലാണില്ല. ആ ചെങ്ങായി വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല. വിളിച്ചോണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു 10-15 മിനിറ്റായി വിളിച്ചിനെ. ഇതുവരെ അവൻ ഫോൺ എടുത്തില്ല. നീ വിളിച്ചോ? എന്ത് ചെയ്യാ? ദുആ ചെയ്യേ ഗായ്സ്. അങ്ങനെ അവസാനം നിഹാൽ ഫോൺ എടുത്ത് ഓന് റൂമിലാണ് ഉള്ളത് പറഞ്ഞ്. റൂമിലേക്ക് പോയിക്കോട്ടെ. നിഹാലിൻ്റെ റൂം കാണണം കോഴിക്കോടിലെ. നാളെ മുതൽ എല്ലാവരും നിഹാലിൻ്റെ റൂം വന്ന് നിൽക്കുക. നിഹാലിൻ്റെ റൂമിലേക്കുള്ള റൂട്ടാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിഹാലിൻ്റെ റൂമല്ല, നിഹാലിൻ്റെ ഫ്രണ്ടിൻ്റെ റൂമാണ്. അപ്പോൾ ഇതാണ് കോഴിക്കോട്ട് അങ്ങാടി. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട്ട് അങ്ങാടിയാണ്. കോഴിക്കോട്ട് അങ്ങാടിയിലെ ബ്ലോക്കാണ് കണ്ടിരിക്കുന്നത്. കണ്ടോ, തിരക്കേറിയ ഇടയിലൂടെ. അതെ, അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മലയാളത്തിലുള്ള അങ്ങനെ വാക്കുകൾ ഉണ്ടോയെന്ന് തന്നെ നമുക്ക് സംശയമാണ്. ഇടവഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. പെരുന്നാൾ പൊലിവാണ് ഗായ്സ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെരുന്നാളായതുകൊണ്ട് വൻ തിരക്ക്. ഇവിടെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് തോന്നുന്നുണ്ട്. ബിസിനസ് പാർക്ക് വർക്ക് ചെയ്യണവരൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നിയാലിൻ്റെ റൂമിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിയാലിൻ്റെ റൂം കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണാം. പിന്നെ സബ്സ്ക്രൈബും ചെയ്യാം.
പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഓൻ ഇവിടെ ഉണ്ടാവും അധിക സമയത്ത്. അപ്പോൾ എല്ലാവരും ഇവിടെ പോയിട്ട് ഈ താത്ത സീൻ ഡ്രൈവിംഗ് ആണല്ലോ ഇവിടുന്ന് ഓടുന്നതാണ്. അപ്പോൾ അങ്ങനെ എന്തായാലും ഞങ്ങൾ നല്ല റൂം കാണിച്ചു കേട്ടോ ഗൈസ്. അങ്ങനെ 4-5 വട്ടം വൈതെറ്റി ഭായിമാരെ കൂടെ വരുന്നുണ്ട് കാക്ക. ഓനെ അവിടെയാണല്ലോ ഞാൻ കണ്ട് ഗൈസ്. അവിടെ ഉണ്ടായിന് കേട്ടോ. വണ്ടി തിരിച്ചട്ടെ. അപ്പോൾ ഭായിമാരെ ഇടയിലേനല്ലോ ഓനെ കണ്ടിനെ. ഓട്ടോമാറ്റിക് സ്വിച്ച് ആയിട്ടുണ്ടാവും. നമ്മൾ റൂം കാണിച്ചു തരണം എന്നേനി ഞങ്ങൾ ആഗ്രഹം. പക്ഷേ എന്താ പ്രശ്നം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴി തെറ്റിപ്പോയപ്പോൾ ഏതൊക്കെ വൈക്കൂടൊക്കെ വന്ന് ലാസ്റ്റ് ഓ റോട്ടുമ്പൊക്കെ ഇറങ്ങി വരാമെന്ന് പറഞ്ഞു. സൽമാൻ പറഞ്ഞു സൽമാന് വയ്യ അറിയാന്ന്. എന്നിട്ട് ആ ചങ്ങാൻ്റെ വർത്താൻ കേട്ടിട്ട് പിന്നെ പോയപ്പോൾ എന്നിട്ട് ഹൈവേ നമുക്ക് തന്നെ എത്തി പിന്നെ അല്ലേ. ഹലോ ഗായ്സ്. അങ്ങനെ അവസാനം നിഹാൽക്കാനെ കിട്ടി. നിഹാൽക്ക 5 മണിക്കൂർ പോസ്റ്റോ? ഞാൻ കറക്റ്റ് പോസ്റ്റ് എത്ര ഞാൻ പറഞ്ഞു കൊടുത്തു. വെള്ളം ചേർത്തല്ല ഇന്നോട് ഇന്റെ പെരുന്നാൾ പകുതിയാ കളഞ്ഞു വേണ്ടിട്ട്. നമുക്ക് വേണ്ടി പെരുന്നാള് അതൊക്കെ വലിയ സംഭവമാക്കി എടുക്കണം. സംഭവം എന്നാലും കളഞ്ഞു എന്നിട്ട് നിങ്ങൾ ഇന്ന പോസ്റ്റ് ആക്കി. അതൊക്കെയാണ് എന്റെ പെരുന്നാള് കടന്നുറങ്ങി. അല്ല ഞാൻ ഒറ്റ ഫോട്ടോ എടുത്തില്ലടാ പെരുന്നാൾക്ക്. നിങ്ങളൊക്കെ എടുത്തോ? സോറി നിങ്ങളൊക്കെ എടുത്തില്ലേ? ഞാൻ എടുത്തില്ല ചെങ്ങ. ജസീമേ ഇതൊക്കെ ഇങ്ങനെയല്ലേ നാട്ടിൽ വന്നിട്ട് ആദ്യം ഫസ്റ്റ് ടൈപ്പ് നമ്മുടെ. അപ്പൊ ഗൈസ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് ദുബായ്ക്കാരൻ ജസീം. ദുബായല്ല അല്ല മച്ചാൻ എല്ലാ രാജ്യത്തും ഉണ്ടല്ലോ. ഓൾ ഇന്ത്യ അല്ല പക്ഷേ ഓൾ വേൾഡ്. ഓൾ വേൾഡ് അല്ലേ? വേൾഡ് ആണ് മണ്ട. ഓൾ വേൾഡ് എങ്ങനെയാവാ? ഒറ്റ വേൾഡ് ഉള്ളു. വേൾഡ് വടിയാ. അപ്പൊ പുല്ലുവിന് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്നു വേൾഡ് വടി. രണ്ട് വരി പാട്ട് പാടിക്ക് എപ്പോഴും വീഡിയോ പാടണേ. എപ്പോഴും വീഡിയോകള് മിന്നൽ വള വളഞ്ഞത് തന്നെ. ജസീം ഈ 2 പേര് പാടിയിട്ടാണ് എല്ലാ കുട്ടികളും വളക്കല്ലോ. അതെ മറ്റെന്തരാ അതേപോലെ മറ്റേ ശ്രീരാമ കോപ്പിറൈറ്റ് കഴിഞ്ഞ പ്രാവശ്യം അടിപൊളി പാടിയപ്പോ കോപ്പറേറ്റ് കിട്ടി. യൂട്യൂബ് സ്ട്രൈക്ക് ചെയ്തു. പിന്നെ ഒരു പറഞ്ഞു ഇങ്ങനെ പാടരുത്. ഇതിന് കിട്ടില്ല. ഞാൻ മറ്റേ തേരിമേരി പാടിട്ട് അർജിത് സിംഗിന് ഞങ്ങള് ചാനൽ അടിച്ചു പോയിക്കോട്ടെ എന്നാലും കുഴപ്പമില്ല. ത്യാഗം ചെയ്യാൻ റെഡിയാണ്. അങ്ങനെ പോട്ടെ. അതിന്റെ പാട്ട് കേട്ടിട്ട് കോപ്പിറൈറ്റ് അടിച്ച് പോവാണേല് പോട്ടെ. അത്ര റിയലിസ്റ്റിക് സാധനം, പെർഫെക്റ്റ് സാധനം. എന്നാ പാട്. ആ ഫീല് വരണേ. ഇൻസ്റ്റാഗ്രാം ഒഴിവാക്കുന്നതാണ്. ഇൻസ്റ്റാഗ്രാമോ? യൂട്യൂബാ അത് നമ്മളെ ആൾക്കാരാണ് മുതലാളി. ഇതെന്തായാലും നമ്മള് മണ അങ്ങോട്ട് അപ്ലൈ ഒക്കെ ചെയ്യാം. അപ്പീലൊക്കെ കൊടുത്ത് മണ നമ്മൾ റെഡി ആയിക്കോളും. കുഴപ്പമില്ല. എല്ലാരും എല്ലാ സബ്സ്ക്രൈബേഴ്സും ദുആ ചെയ്യാം. സബ്സ്ക്രൈബേഴ്സ് റിസോർട്ടിന്ന് പാടാ. പക്ഷെ ഇപ്പൊ ഒരു പാട്ടാണ്. ഓരെത്ര ആള് വെയിറ്റ് ചെയ്യണം. ജസീം വെച്ച് അന്നൊക്കെ ദുബായിന്ന് ഇറക്കുമതി ചെയ്തിട്ട് പാട്ട് എല്ലാരും നോക്കിക്കണത് ഇപ്പൊ പാടും പാടി ആ കുട്ടികൾ നോക്കിക്കണതാ. ഇത് തൊള്ളേന്ന് മാറ്റോ? ഒന്ന് പാട് ജാടേ. चाहो दुआ है न चाहो दिलासा रब से है मेरा ये वाजिब गिलासा अस्ता जमाना मेरे बाकी इश्क था मेरा ഞാൻ ഫുള്ളാക്കട്ടെ. പാട്ട് എന്തോ
പാട്ടിഞ്ഞ് പ്രാക്ടീസ് ചെയ്തിട്ട് പുതിയ പുതിയ ഗാനങ്ങൾ നമ്മള് വരും. പ്രാക്ടീസ് ചെയ്യരുത്. അടുത്ത പെരുന്നാൾക്ക് ഈ എല്ലാവർക്കും പാട്ട് അടുത്ത പെരുന്നാൾക്ക് അനാന്റെ ഒരുമിച്ച് ഞാൻ അപ്പുറത്തുണ്ടാവും. അനാന്റെ സൈഡിൽ എവിടെ ഉണ്ടാവും. ജുബേർക്കുള്ള പോലെ ആ സ്ഥാനത്ത് കുറച്ച് ഞാൻ അനി തട്ടും ഉണ്ടായിക്കോട്ടെ. നിന്നോട്ടല്ലേ സൈഡിൽ നിന്നോട്ടെ, വെറുതെ നിന്നോട്ടെ, വെറുതെ നിന്നോട്ടെ. ഓന് ആണെങ്കിൽ ഒന്ന് ജീവിച്ചു പോയിക്കോട്ടെ. നല്ല പാട്ടാണ്. അങ്ങോട്ടേ ചൂണ്ടത് അവിടെ എന്തുണ്ട്? സെല്ലുവിന്റെ ഒരു ഫണ്ണുകളെ. പിന്നെ എന്താണ് പറയൂ, എന്തോ ചോദ്യം ചോദിച്ചാൽ നമ്മുടെ റിസോർട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ എന്താണ്? ബാസ്കറ്റ് ബോൾ കളിക്കാൻ പറ്റൂ അല്ലേ? അതല്ലേ? ഓ ഇക്കറിയുന്നത് കാലമായിട്ട് നിഹാൽ പറയുന്നു. അയ്യോ സോറി, നിഹാലിന് കുറെ കഴിവുകളുണ്ട്. എന്ത് കഴിവ്? അപ്പൊ അത് തെളിയിക്കാൻ പറ്റിയ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള റിസോർട്ടുകൾ വേണം. എന്തൊക്കെയുണ്ട് ബാസ്കറ്റ് ബോൾ? പിന്നെ ബാസ്കറ്റ്ബോളും പിന്നെ എന്നോട് അച്ചു പറഞ്ഞ് ക്രിക്കറ്റ് കളിക്കാൻ പറ്റുന്നോടെ. കളിക്കാൻ പറ്റും. ടർഫിടാ നമ്മള് റിസോർട്ടല്ലേ ബുക്ക് ചെയ്തത്, ടർഫ് ബുക്ക് ചെയ്തല്ലേ. അതായത് നിഹാല് പറഞ്ഞ് റിസോർട്ട് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ വേണമെന്ന്. അപ്പം നമ്മൾ അങ്ങനത്തെ കുറെ റിസോർട്ടുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അതില് നബീലാണ് കറക്റ്റ് സെറ്റ്. നബീല് വെച്ചാല് എല്ലാ റിസോർട്ടിലും കണക്ഷൻ ഉണ്ട്. നബീലിന് പോയി എല്ലാ റിസോർട്ടിലും കണക്ഷൻ ഉണ്ട്. അത് മാത്രല്ല അതൊക്കെ നിങ്ങള് റിസോർട്ട് ബുക്ക് ചെയ്യണമെങ്കിൽ എല്ലാത്തിനും നമ്മളെ വിളിക്കാം. അതെന്താ വെച്ചാലേ ചെക്കന്മാര് പോണ ഓക്കെ, പക്ഷെ ഈ കപ്പിളാള് പോണ റിസോർട്ടുമായിട്ട് ഇപ്പൊ എനിക്ക് എങ്ങനെ അത് നമ്മളെ പരിപാടി അതാണ്. ആൾക്കാർ അതാണ് എന്റെ പരിപാടി, അതാണ് അതന്നെ നമ്മള് പറഞ്ഞു. അതായത് പറഞ്ഞല്ലോ. പക്ഷെ എന്താ വെച്ചാലേ വേറെ സംഭവം എന്താ വെച്ചാൽ നമുക്ക് എല്ലാ കൂട്ടത്തിൽ എല്ലാവർക്കും റിസോർട്ട് എന്തെങ്കിലും പരമായ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ നബീലിനെ കോണ്ടാക്ട്. നബീല് അച്ചുവിന്റെ വീഡിയോ കണ്ടിട്ട് നിമിഷങ്ങൾക്കുള്ളിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് തരണം. അപ്പൊ നിങ്ങൾ റിസോർട്ട് പറഞ്ഞു എന്താ വെച്ചാല് റിസോർട്ട് പരമായിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും നമ്മള് നബീലിനെ കോണ്ടാക്ട് ചെയ്യാം. നിമിഷങ്ങൾക്കുള്ളിൽ റിസോർട്ട് നിങ്ങളെ കയ്യിലെത്തുന്നതാണ്. നമ്പർ മെസ്സേജ് അയച്ചാൽ മതി. ആ നമ്പർ എൻക്വയറി നമ്പർ ഇല്ലേ? എൻക്വയറി നമ്പർ ഉണ്ട്. ഞാൻ എൻക്വയറി നമ്പർ ഇതിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾ റിസോർട്ട് കാര്യങ്ങൾ ബുക്ക് ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾ അതിൽ വിളിച്ചാൽ മതി. കഴിവുകളോ അല്ല, ഞാൻ വലിയ കളിക്കാനൊന്നും അറിയില്ല ബാസ്കറ്റ്ബോൾ. അല്ല അങ്ങനല്ല, എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഒറ്റ പോയി പ്രാക്ടീസ് ചെയ്തിരുന്നു. അപ്പൊ ഉള്ള വീഡിയോ ആണ് കണ്ടത്, അത്രേ ഉള്ളൂ. ആ വീഡിയോ ഫേക്ക് അല്ല, ഒറിജിനലാണ്. ഞാൻ ഒരു എഡിറ്റർ ആയതുകൊണ്ട് ആൾക്കാർ വിചാരിച്ചു എഡിറ്റ് ചെയ്തിട്ട് ആ ബോൾ അതിന്റെ ഉള്ളിൽ കിട്ടും. എന്താ ഇത് ശരിക്കും ചോദിച്ചു അങ്ങനെ പക്ഷെ എന്താ അറിയോ, ആ ബാക്കി കിട്ടിയ ബോൾ ചക്ക വീണാട്ടോ. ഒരു 5-6 പേര് വെറുതെ ഇങ്ങനെ ബാക്കി കയറിയപ്പോ ഒന്നാണ്ട് വീണ്. ആൾക്കാരെ പറയണ പോലെ അങ്ങനെ പറയട്ടെ. നമുക്ക് തെളിയിച്ച് കാണിച്ചു കൊടുക്കാം. ഒന്ന് വീണിച്ചിട്ട് എല്ലാം വീഴണമെന്നില്ല, ചിലപ്പോ വീണാലോ. പക്ഷെ കളിക്കാൻ ബാസ്കറ്റ് ബോൾ കളിക്കാൻ ഇഷ്ടമാണ്, അതാണ് സംഭവം. അപ്പൊ പിന്നെ എല്ലാം പഠിച്ചാണല്ലോ. ജീവിതം ഒറ്റന്നുള്ളൂ. മാക്സിമം എല്ലാം പഠിച്ചാ എല്ലാം എൻജോയ് ചെയ്യാം, അത്രേ ഉള്ളൂ. എല്ലാം നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാം ട്രൈ ചെയ്ത് നോക്കാം എല്ലാ മേഖലയിലും. അതെ, നമുക്ക് വർക്കൗട്ട് ആവില്ല. നബീല് കഴിവ് തെളിയിക്കണ പോലെ എല്ലാവർക്കും കഴിവ് ചേക്കാം. മതി അത്ര മതി. അപ്പൊ ഗായ്സ് നിയാളുടെ കഴിഞ്ഞു, ഇന്നത്തേക്കുള്ളായിട്ടുണ്ട്. അപ്പൊ നമ്മളിഞ്ഞ റിസോർട്ടില് അതല്ലാക്കറിയാം. അതായത് ഇതിപ്പോ റിസോർട്ടിക്ക് പോവാറുണ്ട്. പെരുന്നാൾ ആയതുകൊണ്ടാണ് നമ്മളൊരു 3 മണി ആക്കിയത്. അതായത് 3 മണിക്ക് ഇറങ്ങാറുണ്ട്. 3 മണിക്ക് ഇറങ്ങാന്ന് പറഞ്ഞാലും എല്ലാവരും ഇറങ്ങണമെങ്കിൽ ഒരു 5 മണി 6 മണിയാവും നിങ്ങൾക്ക് അറിയാം. പക്ഷെ എന്നിട്ടും ആരും ഇറങ്ങിയില്ല. നമ്മള് ഇറങ്ങണത് ഇപ്പൊ നമ്മളിപ്പോ കോഴിക്കോടാണുള്ളത്. 8 മണി ആവാനായി. 8 മണിക്കാണ് നമ്മൾ ഇറങ്ങണത്. അതേപോലെ തന്നെ അർഷി എന്നോട് പറഞ്ഞത് വെച്ചാൽ അർഷി 3 മണിക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞു. അർഷിയും ബാസിലും അസറും പിന്നെ ആരുള്ളതില് ഒരു 3 ആളുള്ളൂ. അർഷില്ല, അർഷി പെണ്ണുങ്ങളെ വരെ ലോക്കായി ഗൈസ്. അർഷു ഉണ്ടേന് പോരുന്ന വരെ. പക്ഷെ ലാസ്റ്റ് അവസാന നിമിഷത്തിൽ പെണ്ണുങ്ങളെ വീട്ടിൽ ഇതാണ് പെണ്ണ് കെട്ടി വെച്ച് കുഴപ്പമുണ്ടെന്നല്ല, പക്ഷെ ഇത് ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യം നമുക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പൊ ഓലും ലേറ്റ് ആണ്, അതുകൊണ്ട് 2 ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറ്റില്ല. കാരണം എല്ലാവരും ഒരേപോലെയാണ്. ഓല് 3 മണിക്ക് ഇറങ്ങാറുണ്ട്, ഞങ്ങളും 3 മണിക്ക് ഇറങ്ങാറുണ്ട്. പക്ഷെ എല്ലാവരും ഇറങ്ങണത് കറക്റ്റ് സമയം 8 മണി. ഇനി നമ്മൾ റിസോർട്ടിൽ എത്തുമ്പോഴത്തേനും ഒരു 10 മണി 11 മണിയാവും. അപ്പൊ നാളെ രാവിലെ നേരത്തെ എണീറ്റിട്ട് ഫുഡ് കഴിക്കുക എന്നിട്ട് പോരല്ലേ. അങ്ങനെ നമ്മുടെ ഒരു പെരുന്നാൾ വെക്കേഷൻ അങ്ങനെ തീരുന്നതാണ് ഗൈസ്. നമ്മള് അവിടുന്ന് ഇക്രേന്റെ അവിടുന്ന് തീരണം. പെരുന്നാളിൽ അന്ന് റിസോർട്ട് ചെയ്യാറുന്ന പിന്നെ ജടെ കടന്നുറങ്ങി. എന്നാലും പെരക്കാരപ്പോ ഒരു സാന്നിധ്യം വേണ്ടേ.
ഞാനതാണ്, ഞാൻ കുടുംബക്കാരുടെ അടുത്തൊക്കെ പോയിട്ടാണ് ഇപ്പൊ വരുന്നേ. കേട്ടില്ല എന്താ പറഞ്ഞേ? അല്ല നിങ്ങള് നമ്മളെ കുടുംബല്ലേ? സുഖിപ്പിച്ചു ഗായ്സ്. നിയാൽ തന്നെ കയ്യും കാലും പിടിച്ചിട്ട് പോന്നാണ്. ഓൻ ഇന്നലെ ഒന്നും പോരില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു വിധത്തിൽ എന്നെ കോഴിക്കോട് കൂട്ടാൻ വരാം. ഞാൻ ഇന്നലെ വിളിച്ചുകൊണ്ട് പറഞ്ഞ എന്താ പറഞ്ഞേ, നമ്മളെപ്പോഴേലും വരുള്ളൂ, നാട്ടിൽ വരുമ്പോ ഓനെ കിട്ടില്ല. എന്താ ചെയ്യാ, തിരക്ക് പിടിച്ച മനുഷ്യനെ. തിരക്കൊന്നുമില്ല, ജസീമിനെ തിരക്കുമ്പോ നാട്ടിൽ തന്നെ ഉണ്ടാവില്ല. നാട്ടിലുള്ളപ്പോ നമ്മളിപ്പോ ജസീമ പെരേക്കോ കേട്ടോ. ഞാൻ വന്നു കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം അതെ ഓന് എന്തേനി കറാവ ദുബായിയാണ്. അതാരടാ പാട്ട് പാടി എന്നു രക്ഷയില്ല കേട്ടോ. പക്ഷെ ഇടക്ക് ചില സ്ഥലങ്ങളിൽ ഞാൻ നാട്ടിൽ വരുമ്പോ 70 കിലോമീറ്റർ ഇങ്ങനെ വണ്ടി ഇങ്ങനെ പിടിക്കുക, ഫുൾ സ്ട്രൈറ്റ് റോഡ്. ആ ഇങ്ങനെ പിടിക്കുക. പിന്നെ ഇപ്പൊ ഇടിഞ്ഞു പൊളിഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട്. എല്ലാ വളവൊക്കെ ഉണ്ടാവില്ലേ, ഇതിങ്ങനെ ഇവരൊന്നും ഒഴിവാക്കിട്ടെന്ന് ചെടുക്കോണ്ടി റോഡ് കഴിഞ്ഞ മാപ്പിട് ചങ്ങായി. ഒരാള് മാപ്പിടെ ചങ്ങ ഇതെന്തിനാ പിന്നെ ആപ്പിൾ മാപ്പ് എന്തിനാ? ധൂമ് ജാലേ അതാ 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 ധൂമ് ജാലേ ധൂമ് ജാലേ അലാക്ക് വേണ്ട അവിടെ എത്തുമ്പോ കടപ്പുറത്ത് തീ പൊരിഞ്ഞു. ആ മാപ്പിട് ഇതെന്താ അറിയോ, ഇക്രൈന്റെ റോഡ് കഴിഞ്ഞു, നമുക്ക് കുന്നമംഗലം റോഡ് വഴിയാ പോണ്ടത്. ആ മാപ്പ് ഒന്ന് 2 മണിക്കൂറിന്റെ ഇവിടുന്ന്. എടാ എവിടെയും ചായ അടിക്കാൻ നിർത്ത്. കണ്ണൂർ കൂടെയാണ് വയനാട് എവിടെടാ? എടാ ഫോക്കസ് അല്ല റോഡ് ആ റോഡല്ല, ഇത് തിരിയും. ഇവനൊന്നെങ്കിൽ ഇവരോട് പോവാൻ വരാം, അല്ലെങ്കിൽ ആടോ ഇവൻ ക്യാമറ ഉണ്ടപ്പോളേ ഫ്രണ്ട് ഒക്കെ വെക്കാൻ ശ്രമിക്കണ്ട്. എന്തൊക്കെയോ കാട്ടിക്കൂട്ടി പോകുന്നുണ്ട്. അപ്പൊ ചെറുതായിട്ട് പാളിയിട്ടുണ്ട് ഗായ്സ്. നമ്മള് പോയി അതായത് റോഡിന്റെ ഒരു ചളിയാണോ പറഞ്ഞെന്താന്നൂടി അപ്പൂട്ടൻ എന്തൊക്കെയാ പറയണേ? അപ്പുട്ടൻ തേങ്ങട്ടെ സാവിത്രി കട്ടട്ടെ, അപ്പുട്ടൻ തേങ്ങട്ടെ സാവിത്രി കട്ടട്ടെ. ബാക്കി അപ്പുട്ടൻ തേങ്ങട്ടു സാവിത്രി കട്ടുണ്ടായി. അപ്പുട്ടൻ തേങ്ങട്ടു 10 തേങ്ങട്ടു സാവിത്രി 3 ഇത് കൊണ്ട്. അപ്പൊ അല്ലേ ഏലേ ഒരു ബിസിനസ് ഐഡിയ തോന്നുന്നുണ്ട്. എന്ത് ബിസിനസ് ഐഡിയ തോന്നുന്നു? ജസീമേ, യുകെയിലൊന്നും പൂളപ്പൊരി ഉണ്ടാവില്ല, നമുക്ക് അവിടെ പോയിട്ട് ഷോപ്പ് ഉണ്ടിട്ടാലോ? പൂളപ്പൊരിന്റെ ഇതെന്താ പറയാ, നമ്മളെ നാട്ടിൽ പൂളപ്പൊരി ആയിട്ട് അഡാപ്റ്റ് ആയി കഴിഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. മനസ്സിലായി. അപ്പൊ അവിടുത്തെ ആൾക്കാര് ഈ പൂളപ്പൊരിയും അഡാപ്റ്റും ഓക്കെ സാർ അഡാപ്റ്റ്. പക്ഷെ ഇതെന്താ അറിയോ, പുറത്തുള്ളവർക്ക് ഞാൻ പറഞ്ഞുതരാം. ബിസിനസ്മാൻ പറയും. അല്ല ബിസിനസ്മാൻ അല്ല, പുറത്തുള്ളവര് സ്പൈസി കഴിക്കുവോ? അധികവും സ്പൈസി ലവേഴ്സ്. എല്ലാ ഹോട്ടലിലും സ്പൈസി സാധനങ്ങളുണ്ട്. എടാ അധികം പുറത്ത് രാജ്യങ്ങളിലും സ്പൈസി അവർക്ക് പറ്റൂല. പൂളപ്പൊരി മണ്ട. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളെന്ത് ചെയ്യും, യുകെയിൽ പോയിട്ടുണ്ടല്ലോ, ഈ പൂളപ്പൊരി പാസ്ത വേർഷൻ ഇറക്കും. പൂള പാസ്ത എന്തായാലും നമ്മള് ബിസിനസ് പ്ലാന് നമുക്ക് തന്നെ ഐഡിയ കേട്ടോ. ബിസിനസ് പ്ലാൻ കറക്റ്റ് കേട്ടോ, ആരും കോപ്പി അടിച്ചിട്ട്. ശരിയാ. പൂള പാസ്ത നാളെ മുതൽ ഞാൻ പറഞ്ഞ എങ്ങനെ ഡിഷ് പറഞ്ഞേ, പാസ്ത അല്ലേ, ഒരു പാസ്ത രൂപത്തിലാക്കി പൂള മുകളിൽ പൊടിച്ചിടാം. പൂളക്ക് എന്താ പറയാ? ടൊബാക്കോന്നോ? ടപ്പിയോക്ക അല്ലേ? അതന്നെ ടപ്പിയോക്ക പാസ്ത അല്ലേ? അപ്പൊ നമ്മൾ ഇറക്കാൻ പോകുന്ന പുതിയൊരു ഡിഷാണ് ഗൈസ്, ടാപ്പിയോക്ക പാസ്ത. സർപ്രൈസ് ആണ്. ഇപ്പൊ തൽക്കാലം നമ്മളെ സബ്സ്ക്രൈബേഴ്സ് മാത്രം അറിഞ്ഞോട്ടെ, നിങ്ങൾ മാത്രം കേട്ടോ. അങ്ങനത്തെ ഡിഷ് ഉണ്ടാക്കിയിട്ട് ബിസിനസ് നടത്തണമെങ്കിൽ ഓർക്ക. പിന്നെ നിങ്ങൾക്ക് ഇത് വേറെ ആരോടും പറഞ്ഞു കൊടുക്കണം തോന്നുകയാണെങ്കിൽ
നമ്മളെ പിന്നെ ഒന്ന് ഓർക്കുക. ഒന്ന് ഓർക്കുക. പിന്നെ ഒന്നുകൂടെ ഒന്ന് ഓർക്കുക. അതെ, ഇനി എപ്പോ പൂളപ്പൊരി കാണുമ്പോഴും സോറി ബ്രോ, സോറി ചെങ്ങായിച്ചോ. ഞാനല്ലല്ലോ, ഞാൻ കൈ വെച്ചല്ലോ, ഈ എല്ലാം വന്നിടിച്ചത്. അല്ലല്ലോ എനിക്ക് അവിടെ എത്ര സ്ഥലമുണ്ട്. അല്ല വല്ലേ കൂട്ടിലിട്ടിട്ട മാതിരി ഇതിനുള്ള ഫുഡ് ഒന്നവനും ഉണ്ടായിരിക്കും. കണ്ണില് കൈയിടാൻ കണ്ടട്ടാ. ഇതെന്റെ ലസൽമായി മൂത്രയിക്കൊന്നുമില്ല. എനിക്ക് അനുഭവമൊന്നുമില്ല. ഞാൻ പറഞ്ഞ ഇങ്ങനത്തെ കുറെ സാധ്യതകളുള്ളത്. സൽമാൻ നല്ല മുളകിട്ട മുളകിട്ട് ആലോചിച്ചാ കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പായിട്ടോ ഒരേ പാച്ചില്. അപ്പം അപ്പൊ പൂളപ്പൊരി കഴിഞ്ഞു. പൂളപ്പൊരി കഴിഞ്ഞു. ഇനി ലോങ് ബ്ലോഗ് ഇട്ടാ. ഇത് ലോങ് വ്ലോഗാ. 2 പാട്ടുണ്ട്. റോഡ് നോക്കി. അതായത് ഇപ്പം നമ്മളെന്താ വെച്ചാല് അപ്രതീക്ഷിതമായിട്ട് നമ്മൾ കാണുന്ന സാധനങ്ങളൊക്കെ വാരി വലിച്ച് തിന്നുന്നുണ്ട്. അപ്പൊ ഞാൻ അടുത്തതായിട്ട് എന്താ വെച്ചാൽ നിയാൽ എല്ലായിടത്തും നിർത്തണം. നിയാൽ നിർത്താതെ എന്തായാലും പോകാൻ പറ്റില്ല. എല്ലായിടത്തും തിന്നാൻ നിർത്തണം, പിന്നെ ചായ അടിച്ചാൽ നിർത്തണം. ഇവരൊക്കെ ഒരു ട്രിപ്പ് പറഞ്ഞാൽ നേരെ റിസോർട്ടിലേക്ക് പോകാനാ. അങ്ങനല്ല, എല്ലായിടത്തും ചായ അടിച്ചാൽ നിർത്തണം. അപ്പൊ റിസോർട്ട് കടന്ന് ജസ്റ്റ് പോന്നാ മതി. അല്ല, ഇവിടെ നിന്ന് കുറെ സംസാരിക്കുക, ചായ കൊണ്ട് സംസാരിക്കാം. പൂളപ്പൊരി അവിടെ നിർത്തിയപ്പോഴാണ് നമുക്കൊരു ബിസിനസ് ഐഡിയ വന്നത്. അത് ശരിയാ. അതേപോലെ അടുത്ത സ്റ്റോപ്പിൽ അത് ജസീം, ഖത്തർ ജസീം. അത് നിർത്തണമെങ്കിൽ ചെന്നെ പറ്റുള്ളൂ, ബ്രേക്ക് ഒക്കെ നിർത്താൻ പറ്റില്ല. അതൊക്കെ കൃതായപ്പത് നിർത്താൻ പറയണ്ടേ, പറഞ്ഞില്ലല്ലോ നിങ്ങള്. നമ്മള് പൊയ്ക്ക ചങ്ങായി. ഞങ്ങൾ എങ്ങനെയും ഒന്ന് റിസോർട്ടിൽ എത്താൻ വേണ്ടി എല്ലാരും ഒന്ന് പ്രാർത്ഥിക്കാം. അത് ശരിയാണല്ലോ. ഇതിപ്പോ പോലെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്താ വ്ലോഗ് കാണുമ്പോ പ്രാർത്ഥിച്ചുമ്പോ നമ്മള് റിസോർട്ടിൽ എത്തിയ ശേഷം നമ്മൾ വ്ലോഗ് അപ്ലോഡ് ചെയ്യുള്ളൂ. അടുത്ത റിസോർട്ടിൽ പോകുന്നത് നല്ല വൃത്തിക്ക് നേരത്തെ കാലത്തെ പോകാൻ വേണ്ടിട്ട് ഇവർക്കൊക്കെ നല്ല ബുദ്ധി തോന്നിക്കുക. ഞാൻ നേരത്തെ എത്തിന് അത് എങ്ങനെയൊക്കെ എത്തിച്ചു. ചിലവരുണ്ട്. ജസീം ഞാൻ എത്തിക്കണേ, ഞാൻ എപ്പോഴോ കൊണ്ടോട്ടി വന്നിട്ടുണ്ട്. ഞാൻ കൊണ്ടോട്ടി വന്നിട്ടുണ്ട്. കോഴിക്കോട് വന്നാ പോരെ. എനിക്ക് 6 പെരക്കാരും കൊണ്ടാ ഞാൻ വന്നതേ. 6 ഇട്ടം കൊണ്ടോണേ. അത് ഏട്ടൻ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ കാര്യം. ഒരു വൈക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ എത്തണമെങ്കിൽ ഒരു ടൈം എടുക്കും. ഒന്നാമതെന്താ വെച്ചാലേ പലരും പല സ്ഥലത്ത്, അതാണ് മെയിൻ. ഇവ പൊന്നാനി പൊന്നാനി, ഇവര് അവിടെ 90 കിലോമീറ്റർ അപ്പുറം. ടർഫ് കളിക്കാൻ വിളിക്കാൻ പൊന്നാനി വരാൻ പറയും 10 മണിയാകുമ്പോ 8 മണിക്ക് വിളിച്ചിട്ട് ഞാൻ എന്താ ചെയ്യാ? അതൊക്കെയാണ് മൂഡ്. അത് നിലമ്പൂരെത്തണം. 90 കിലോമീറ്റർ. തമിഴ്നാട് എന്താണ് കേരള ബോർഡർ എത്തണം. അതിന് നമ്മൾ അവിടെ എത്തണം. അത് തീർന്നോ? അപ്പൊ ഗായ്സ്, ഞാൻ ഇനിയും വ്ലോഗ് തുടർന്നുകൊണ്ടിരുന്നാൽ പൂളപ്പൊരി വെറും എനിക്ക് കാഴ്ചകളിൽ മാത്രമായി പോകും. അതുകൊണ്ട് ഞാൻ കുറച്ച് പൂളപ്പൊരിക്ക് തിന്നിട്ട് ഞാൻ വരാം അടുത്ത എവിടെയെങ്കിലും നിർത്തുകയാണെങ്കിൽ. ബൈ ഗായ്സ്. അങ്ങനെ നമ്മൾ ഇന്നൊന്നും റിസോർട്ടിലെത്തുള്ള കാര്യം ഓഫ് കോഴ്സ്. കുനാഫ ഉണ്ടോ? കുനാഫ ഒരു ഷോപ്പ് കാണാൻ കാത്തുക്കാണ് വണ്ടി നിർത്താൻ. ഇതിങ്ങനെ ഒരു ചെങ്ങായി നോക്കട്ടെ. കുനാഫ കിട്ടിയെന്ന് ഒരു 1 കിലോ ഷുഗറോട് മേടിച്ചോ, പഞ്ചസാര മേടിച്ചോ. നേരത്തെ ചോദിച്ചില്ല കുനാഫ ഉണ്ടോ? ക്യാഷ് കുറച്ച് തരുമോ? ക്യാഷ് ഉണ്ടോ? കുറച്ച് ക്യാഷ് എടുക്കോ ബ്രോ. കുറച്ച് ക്യാഷ് എടുക്കോ ബ്രോ. കുറച്ച് ക്യാഷ് എടുക്കോ ബ്രോ. ഇത് വലിയ രസമില്ല ഈ സാധനം. മോഗു ഒരു വൈബിട്ടില്ല. ഇഷ്ട ഇവനേടെ ഞാനെന്തോ കാര്യമായിട്ട് തപ്പുണ്ട്. കുട്ടിക്ക് കൊടുക്കാനുള്ള സാധനം നോക്കാണ്. കുട്ടിക്ക് എന്തോ വാങ്ങി കൊടുക്കും. മോളൂന് എന്താ വേണ്ട? ക്യാമറ കണ്ടോന്നു. കുട്ടികളെടുത്തോ. എന്താ എടുക്കണ്ടേ? അതെടുത്തോ.
ഇജ്ജെടുത്തോ, കൊഴപ്പില്ലേ, ഇജ്ജെടുത്തോ. കുട്ടിക്കെന്താ മടിച്ചെടുത്തേ, എന്താ മടി കാണിച്ചേ? ആ ചങ്ങായിക്ക് ഒരു മനസ്സിലാക്കി എടുത്തു കൊടുത്താർന്ന്. ശിവേ ആരോടെ പറഞ്ഞപ്പോലോടോ അടുത്തോ. ദുബായിൽ നിന്നൊന്നും കൊണ്ടുവന്നില്ല, അതുകൊണ്ട് ഇവിടുന്ന് എന്തെങ്കിലും വാങ്ങിക്കോന്നൊക്കെ. ഈ മുട്ടായി തീറ്റകളോടാണ് കാര്യം പറഞ്ഞോ. കേറിയപ്പോഴൊരു ചെറിയൊന്നുമില്ല, മാറി പിരാന്തന്മാരെ കൊണ്ടുവന്നൊരാഴ്ച. ആ ബോധം വന്നല്ലോ, എല്ലാ ഷോപ്പിലും കയറ്റി. ചെങ്ങായി മതിയടാ, ഇയാള് ഇതെടുത്തോ, ഫുൾ സപ്പോർട്ട് ഡോ. പെട്ടിയെ കുട്ടി വാങ്ങുള്ളൂ, പെട്ടി അവിടെ ബില്ലിങ് കഴിഞ്ഞു. പിന്നെ അവിടുന്ന് പിടിച്ചിട്ടോ നിങ്ങളെ, ഇവിടെ അടിച്ചു മാറ്റി സാധനം കൊണ്ടുപോവാ. എന്താ കുപ്പിയോ? റിസോർട്ടിൽ പാർട്ടി റിസോർട്ടിൽ എത്തണ്ടേ, എങ്ങനെ എത്തുക? എങ്ങനെയാണല്ലേ 2 സ്റ്റിക്കേഴ്സ് എടുത്തോ. സ്നിക്കേഴ്സിന്റെ ഒക്കെ അടുത്ത മോശം ഞാൻ എടുത്തോളാം. എന്താ വേണ്ടി? എന്താ ആലോചിക്കണ പത്രൂ? ഇപ്പൊ മനസ്സിലാക്കി ജസ്റ്റ് ഏത് റേഞ്ചിൽ നമ്മളെ കൊണ്ട് അതിനേക്കാളും നല്ല സ്റ്റിക്കേഴ്സ് ആടാ. ഇതിൽ 20 10 എന്തായാലും കഴിച്ചു, ബാക്കി 10 തികയോ? പിന്നെ 10 ചേട്ടൻ മുണങ്ങി തരാം. നല്ല വില പറയാൻ കാത്തിക്കുന്നുട്ടോ. ഇതെന്താ മുട്ടായി കൊടുക്കലാണോ അതൊക്കെ? മുഖുമുഖു കുറച്ച് മുഖുമുഖു വരും. നമ്മളെങ്ങനെ എത്താനാ? ഇതോടെ അതൊക്കെ ഇവിടുന്ന സാധനം പറയാ, പുതിയതൊക്കെ വീഡിയോ കാണുന്ന ഗസ് ചെയ്യട്ടെ എത്ര ബില്ല് ഉണ്ടാവുന്ന. ഇപ്പൊ തന്നെ ഗസ് ചെയ്ത് തുടങ്ങി. എത്രക്ക്? ഇത് 1500. ഹാപ്പി ഇതും കൂടെ എടുത്താലോ? കേക്കാത്ത പോലെ എടുക്കാം. ഇതാണ് അർഷി ടെക്നോളജി, അർഷി അസറു ബേറൂട്ട് അസറു. ഇതിന്റെ ബ്ലോഗ് എന്താ ഇതിന്റെ ഉള്ളിൽ കയറണ്ട, എന്താ ഒന്നും പറയില്ല. അതാണ് എന്റെ അർഷി. ഞാൻ പറയാ അല്ല, വേറെ കാര്യം പറഞ്ഞു ഗൈസ്. അർഷിക്ക് എന്താണ് അർഷിക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ടിന്റെ പേരെന്താ? ഡ്രാഗൺ ഫ്രൂട്ട്, റാസ്ബെറി. ഗൈസ് ഇത് ചിറിയുടെ രഹസ്യം എന്താണെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയുക. കാരണം എന്താ വെച്ചാൽ അർഷിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ് റാസ്ബെറി. റാസ്ബെറി അങ്ങനെ തറ്റിയത്. ഇഷ്ടം ബാസിലൊക്കെ അവിടെ ഒറ്റ പോയിരിക്കണ്. ബാസിൽ അപ്ഡേറ്റ് കൊടുക്കാൻ പോയതാണ്. മൊത്തം ഫുഡ് ഓർഡർ ചെയ്തിട്ടോ, ഞാൻ ഓർഡർ ചെയ്തേ. ഞാനൊക്കെ എത്തിട്ടോ. ഒരു സലാഡ് ഒന്നുണ്ട് കേട്ടോ.
ജസീമ പിന്നെ ജോർജിയയിലേക്ക് മെസ്സേജ് അയക്കുന്ന തിരക്കിലാണ് ജസീമ. പിന്നെ ജസീമ പറയുന്നത് 2020 അസുറാണ് ഇത്. പെരുന്നാളിന്ന് മുടിയെട്ടാൻ വേണ്ടി പോയി. അപ്പൊ അർശി ഒരു ഇൻഫർമേഷൻ തന്നു, അറിവിന് കൂടിക്കഴിഞ്ഞാല് മുടിയെട്ടാൻ പറ്റൂല. പുതിയൊരു അറിവിന് അവ അങ്ങനെ നോക്കായി. ഇന്ന് മുടിയെട്ടാനും വേണ്ടി പോയപ്പോ ഇന്ന് പെരുന്നാളാണ്, ഒരു ചോപ്പ് തുറന്നിട്ടില്ല. എന്റെ മുടി കെട്ടുന്ന വ്ളോഗാണ് നിങ്ങൾ കാണാനുള്ളത്. ഞാൻ മുടിയിട്ടായിരുന്നു ആർക്കാ ശരിക്കും തലച്ചെടുക്കോ? ശരിക്കും തലച്ചെടുക്കോ? പാളിയ വലുതൊക്കെ മുട്ടടിച്ചാൽ അതെ പാളിയാലും ഇങ്ങനത്തെ ഞാൻ ഒട്ടും. അതെ മുഖം മാറുന്നത്. അപ്പൊ സാധനം എത്തിയിട്ടുണ്ട്. കാന്താരി. എന്താ അത് പൊള്ളിച്ചല്ലേ? കാന്താരി പൊള്ളിച്ചത്. കാന്താരി എനിക്കത് ഇഷ്ടമല്ല. അങ്ങനെ നമ്മുടെ മുന്നിൽ ഫുഡ് എത്തിയിട്ടുണ്ട്. ദുബായ് ജസീം. ഒരുപാട് കാലങ്ങൾക്ക് ഇത് പൊറാട്ടല്ലേ? ഇതവിടെ കിട്ടുമല്ലോ അല്ലേ? ബട്ടർ നാൻ പൊറാട്ടയും കിട്ടും. നല്ല നമ്മളെ നാട്ടിൽ അടിച്ച് കിട്ടുന്ന പൊറാട്ട അവിടെ അടിച്ച് കിട്ടുമോ? നമ്മളടിച്ചാലേ ഇവിടുത്തെ ഒരു അടിയുണ്ട്. ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ വേണം. കഴിച്ചോ? ഇത് പൊള്ളിച്ചതും ബട്ടറിനാണ് കോമ്പിനേഷൻ. അത് വൈഡാണ്. ഓക്കെ 1x എടുത്തരാം. പറയൂ. സൂപ്പർ സാധനം, അടിപൊളി. ഓ കോഴിക്കോട് നിന്ന് ഇവിടെ തോടും ജസീമിന്റെ പാട്ട് ഇവിടെ തന്നെ കേൾക്കണം. പക്ഷെ അതിന് നമ്മളെന്തെങ്കിലും ബ്ലോഗ് 500 ഇട്ടാനും വേണ്ടി അജിബാന്ന് 1500 2000 കളഞ്ഞു. അല്ലല്ല അത് ബോസ് കൊടുത്തു. പാട്ട് കേട്ടിരിക്കാൻ വേണ്ടി കുറച്ച് മുട്ടായി സെറ്റാക്കി എന്നിട്ട് നിന്ന് പാടുക. എന്നിട്ടേ കോപ്പിറൈറ്റ് ഒക്കെ കിട്ടുന്നൊക്കെ. എന്താ അവിടെ ആരും കേൾക്കാത്തോണ്ട് അളിഞ്ഞു പോയി. അവിടെ നമ്മൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഭയങ്കര പഞ്ചലായിട്ടുണ്ട്. അർഷിക്ക് ആകുള്ള സങ്കടം എന്താ വെച്ച് കഴിഞ്ഞാല് വന്നേക്കാൻ അർഷി ചോദിച്ചൊറ്റ ചോദ്യമാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്താന്നുള്ളത്. റൂം എങ്ങനെയാന്നുള്ളതൊന്നും അർഷിക്ക് അറിയേണ്ട ആവശ്യമില്ല. ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടുണ്ടോ, ഇഡ്ഡലിയുണ്ടോ, കടല ഉണ്ടോ? ആദ്യം തന്നെ കാക്കനോട് ചോദിച്ചു ബ്രേക്ക്ഫാസ്റ്റ്. ഫ്രൂട്ട് പറഞ്ഞു. ഫ്രൂട്ടിനെ ടൈം നോക്കിട്ടോ. 3 മണിക്ക് ചെക്കിനുള്ള നമ്മള് മാത്രമല്ല ഗസ്റ്റ്, ഇഷ്ടം പോലെ ഗസ്റ്റ് ഉണ്ട്. ചെക്കിനുള്ളടത്ത് എത്തിയ സമയം കേട്ടോ രാത്രി 12:11. വലിയ കാര്യം തന്നെയാണ്. അല്ല വലിയ കാര്യമല്ല. കാരണം എന്താ വെച്ചാൽ ഇന്ന് പെരുന്നാളാണ്. അപ്പൊ അതിന്റേതായ തിരക്കുകൾ ഉണ്ടാവും. എന്താ തിരക്ക്? ഞാൻ പെരുന്നാൾസ്കാരം കഴിഞ്ഞിട്ട് തിരക്കേനി ഫുള്ള്. എന്ത് തിരക്കാണാവോ? 3 മണിക്ക് ഞാൻ പറയട്ടെ, നിങ്ങൾ എപ്പ ഇറങ്ങിയാണ്? നിങ്ങൾ 3 മണിക്ക് ഇറങ്ങിയില്ലേ പെരേന്ന്? ഇവനുണ്ടല്ലോ അപ്പൊ കല്യാണം കഴിഞ്ഞ ഒരാളാണ്. ഇവൻക്ക് ഓളെ എന്റെ മാതിരി ചിൽ മൈൻഡിലുള്ള ആൾക്കാരൊന്നല്ല എല്ലാവർക്കും റെസ്പോൺസിബിലിറ്റി. ഇത്രയും കല്യാണം കഴിഞ്ഞ ആൾക്കാരുടെ ഇപ്പം മാത്രം വന്നിട്ടുള്ളൂ. അതെ, വേറൊരുത്തനുണ്ട് പലതും പറഞ്ഞ് നമ്മളെ മോഹിപ്പിച്ച് മോഹന വാഗ്ദാനം തന്നുകാണ്ട് നമ്മളെ ഡിസ്ക് ആക്കിയാ മതി. എന്നിട്ട് ഓനെടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി. അപ്പൊ ഇപ്പം ഞാൻ വരണോ? അല്ല, എപ്പോഴും എന്താ പറയുക, എപ്പോഴും എല്ലാ ട്രിപ്പിനും മൊടന്ത് ന്യായം പറയുന്ന ആള് ബാസിലാണ്. പക്ഷെ ഈ ട്രിപ്പിന് ബാസിലിന്റെ സെയിം ടാക്ടിക്സ് ആണ് അർഷു ഉപയോഗിച്ചത്. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങാൻ നേരത്തെ വിളിച്ചിട്ടോ. ഇന്നലെ വരെ ഫുള്ള് അത് വാഗ്ദാനം തന്നിട്ട് അർഷു ഇന്ന് രാവിലെ വിളിച്ചു, ആടാ നിങ്ങൾ ഇറങ്ങിയോ? അപ്പോൾ നമ്മൾ വിചാരിച്ചത് എന്താ വെച്ചാൽ ഇറങ്ങാൻ നേരത്തെ നമ്മൾ കാർക്ക് കയറാൻ പോവുകയാണെന്ന്. ആണോ? ആ അങ്ങനെയാണെങ്കിലേ നിങ്ങളെന്താ പതുക്കാണ് പോയിക്കോളി, ഞാൻ ചെറിയൊരു ലോക്ക് പെട്ടിക്കണേ, നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ബാസിലിന്റെ സെയിം ഡയലോഗാണത്. അത് ഇന്ന് അർഷുവിൻ്റെ അടുത്ത് നിന്ന് കിട്ടി. ഞാൻ പക്ഷെ അർഷു അങ്ങനെ പറഞ്ഞു വിചാരിച്ചിട്ടോ ബാസിലെ. പക്ഷെ ബാസിലൊക്കെ ഒരുപാട് മാറി. ബാസിലിന്റെ ടീഷർട്ട് എഴുതിയ മാതിരി തന്നെ സംതിങ് ഹാസ് സർവൈവ്, എന്തോ ഒന്ന് അതിജീവിച്ചിട്ടുണ്ട്. അതല്ലേ ഇതിന്റെ ഇവിടെ കുറെ ഗസ്റ്റുകൾ ഉണ്ട്. അപ്പൊ നമുക്ക് വല്ലാതെ സൗണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഈ വ്ലോഗ്
ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ബാസിലുണ്ടാവും ബാക്കി വ്ളോഗ്. 1 മണിക്കാ കളിച്ചോ ബാസ്കറ്റ് ബോൾ അത് ഇന്നേ വരെ കളിച്ചാത്ത കളി. ഈ കളി സ്ഥലം കുട്ടികൾക്കായി മാത്രം. എടാ അതിൽ കളിച്ചാൻ പറ്റില്ല, അത് ചെറിയ മക്കൾക്കുള്ളതാണല്ലോ. എടാ ചെങ്ങായി കുതിരമ തന്നെ പോണേ. ചെറിയ കുട്ടികളുണ്ടോ? ഇത് എത്ര കിലോന്? 50 കിലോനേ ഉള്ളൂ. 50 ഇല്ലേ? രാത്രി 1 മണി 1:30 ആയി. ഇനി ടർഫാ ത്രീസ് കളിക്കാറുണ്ട്. ഇറക്കണ്ട എല്ലാവരും. കമ്പേഷ് നമ്പർ 1. അതിന്റെ അർത്ഥം എന്താ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. പക്ഷെ നമ്മൾ പിന്നെ പറയാത്തോണ്ടാണ്. രാത്രി 1 മണിക്ക് എന്താണ് യുവതലമുറ എങ്ങോട്ടാണ് പോണത്? നമ്മളൊന്നും പറയുന്നത്. അപ്പൊ എല്ലാരും എത്തി. അപ്പോഴാണ് ഷട്ടിൽ പൊട്ടിയത്. കടന്നുറങ്ങി രാവിലെ നേരത്തെ നീച്ചു. ഹലോ ഗായ്സ്, വെൽക്കം. വല്ല തടി ഇറങ്ങണ്ടത് ഗോളിയാകുമ്പോ. ഗോളില്ല ടീ പോസ്റ്റിന്, ആകെ ചൂസ് കളിക്കണതാണ്. എങ്ങനെ അടിച്ചാലും ഗോളാവില്ല, പോസ്റ്റർ കടത്തിട്ട്. എടാ അവിടെ 2 ആൾക്കാരെ അടി വിടണേ. ഇതെന്താ ഗുസ്തിയോ? രണ്ടാളി യാ